മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന് പോലും പ്രഹേളികയായി മാറുന്ന വന്ധ്യതാ ചികിത്സ ഇന്ന് ഭാരിച്ച ചെലവായി മാറുകയാണ്. മാത്രമല്ല, ഈ രംഗത്ത് തന്നെ ഒരുപാട് കച്ചവട താൽപര്യം വൈദ്യശാസ്ത്ര മേഖലയെ പിടിമുറുക്കുമ്പോൾ തന്നെ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ അലോപ്പതി ചികിത്സയും ഉൾപ്പെടെ വ്യത്യസ്തമായ ചികിത്സാ രീതികളിലൂടെ കടന്നുവരികയും അത് ഫലപ്രദമല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു അത്താണിയായി മാറുകയാണ് പാലക്കാട് ആലത്തൂരിലുള്ള പാടൂരിലെ പൊന്നമ്പൂശാരി മെമ്മോറിയൽ നാട്ടുവൈദ്യ ചികിത്സാലയം. ഈ ചികിത്സാലയത്തിന് സാരഥ്യം വഹിക്കുന്നത് നിഷികാന്ത് പാടൂർ എന്ന ചെറുപ്പക്കാരനാണ്. 1000-ലധികം ദമ്പതിമാർക്കാണ് ഇവിടുത്തെ നാട്ടുവൈദ്യ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. ഒട്ടും ചികിത്സാ ചെലവില്ലാതെ സമർപ്പിതമായ മനസ്സുമായി ദമ്പതിമാരെ വരവേൽക്കുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള നാട്ടുവൈദ്യ ചികിത്സാ രീതിക്ക് നിഷികാന്ത് പാടൂരും അമ്മയും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബം ഇന്ന് നേതൃത്വം കൊടുക്കുകയാണ്. പൊതുസമൂഹത്തിന് സ്വീകാര്യനായി മാറുകയും ചെയ്ത നിഷികാന്ത് വൈദ്യരുടെ ജീവിതകഥയാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം വൈദ്യർ. നമസ്കാരം. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആശ്രയമായി മാറുകയാണ് പ്രത്യേകിച്ച് തങ്ങളുടെ നേതൃത്വത്തിലുള്ള പൊന്നമ്പൂശാരി മെമ്മോറിയൽ നാട്ടുവൈദ്യ ചികിത്സാലയം. ഏതൊരു ചികിത്സാലയത്തിനും അതിൻ്റെതായിട്ടുള്ള പാരമ്പര്യവും എല്ലാം ഉണ്ട്, അതിന്റെ പ്രത്യേകതയൊക്കെ ഉണ്ട്. എന്താണ് താങ്കളുടെ ഈ സ്ഥാപനത്തിന്റെ, പ്രത്യേകിച്ച് ഈ ചികിത്സാലയത്തിന്റെ സവിശേഷതയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? 9 തലമുറകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പൊന്നമ്പൂശാരി ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുകയും അവർക്ക് ഒരു ജൈന സന്യാസിയുടെ ഉപദേശപ്രകാരം സിദ്ധിച്ച 6 തരം ഔഷധങ്ങളുടെ കൂട്ടാണ് ഞങ്ങളുടെ ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ ചികിത്സാ വിധികൾ മറ്റു ആയുർവേദ ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല. ഇത് പാരമ്പര്യ നാട്ടറിവിന്റെ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. 9 തലമുറകളായി തുടർന്നു വരുന്നതാണ് പൊന്നമ്പൂശാരി മെമ്മോറിയൽ നാട്ടുവൈദ്യ ചികിത്സാലയത്തിലെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും തുടക്കം മുതൽക്ക് തന്നെ വന്ധ്യതാ ചികിത്സയിൽ തന്നെയായിരുന്നു ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്, അതോ മറ്റു വല്ല ചികിത്സയിലും താങ്കളുടെ പൂർവ്വ പിതാമഹന്മാർ ശ്രദ്ധിച്ചിരുന്നു? എന്റെ മുത്തശ്ശൻ കുമാരവൈദ്യർ മാത്രമാണ് മറ്റുള്ള എല്ലാ മേഖലകളിലും ആയുർവേദ മേഖലകളിൽ കൈകടത്തിയിട്ടുള്ള ഏക വ്യക്തി. വിഷവൈദ്യത്തിലും മറ്റുള്ള എല്ലാ ആയുർവേദ ചികിത്സകളിലും വളരെയധികം പ്രഗത്ഭനായിരുന്നു എന്റെ മുത്തശ്ശൻ. അതിനു മുമ്പുള്ള തലമുറയും അതിനുശേഷമുള്ള തലമുറയും വന്ധ്യതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്ധ്യതാ ചികിത്സ മാത്രം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമഘട്ട മലനിരകളിലെ കാടുകളിൽ ഒട്ടേറെ സ്പീഷീസുകളുണ്ട്, പക്ഷേ ഔഷധ സസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തങ്ങളുടെ വൈദ്യശാലയിലെ പച്ചില മരുന്നുകളുടെ കൂട്ട്, ഔഷധ സസ്യങ്ങളുടെ കൂട്ട്, അത് തലമുറകളായിട്ട് തുടർന്നു വരുന്നതാണോ? ഇത്തരം ഔഷധ സസ്യങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒരു വൈദ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മരുന്നുകളുടെ ലഭ്യത തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ചികിത്സാലയത്തിൽ തന്നെ 100ഓളം ഔഷധ സസ്യങ്ങൾ, നമ്മൾക്ക് ആവശ്യമുള്ള 100-ലധികം ഔഷധ സസ്യങ്ങളെ നട്ടു വളർത്തുന്നുണ്ട്. ബാക്കിയുള്ള മരുന്നുകൾ അട്ടപ്പാടി, നെല്ലിയാമ്പതി ഭാഗങ്ങളിൽ നിന്ന് ആദിവാസികൾ ശേഖരിച്ച് നമുക്ക് കൊണ്ടുവരാറാണ് പതിവ്. എല്ലാ മരുന്നുകളും കിട്ടിയതിന് ശേഷം മാത്രമേ മരുന്ന് നിർമ്മിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാവുന്നതും. നമ്മളുടെ മരുന്ന് നിർമ്മാണത്തിൽ 100% കൃത്യത പാലിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിജയത്തിന്റെ രഹസ്യം തന്നെ. നിഷികാന്ത്, എവിടെ നിന്നാണ് പ്രത്യേകിച്ച് ഈ നാട്ടുവൈദ്യ ചികിത്സ, വന്ധ്യതാ ചികിത്സ ആരിൽ നിന്നാണ് സ്വായത്തമാക്കിയത്? ഒരു ഗുരുമുഖത്ത് നിർത്തുന്നത് ആരെയാണ്? എന്റെ ചികിത്സയിലെ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ തന്നെയാണ്. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ അമ്മയോടൊപ്പം മരുന്ന് പറിക്കാനും മറ്റുള്ള മരുന്ന് തയ്യാറാക്കുന്ന സ്ഥലത്തെല്ലാം പോയി നിന്ന് ഏകദേശം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ മരുന്ന് പറിക്കുന്നതും ആ നിർമ്മാണ രീതികളെല്ലാം നമുക്ക് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഓരോ വർഷങ്ങളിലും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് ഏകദേശം ഒരു കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം നമ്മൾക്ക് ഈ മരുന്ന് നിർമ്മാണത്തിൽ വളരെയധികം അറിവ് നമുക്ക് നേടാൻ കഴിഞ്ഞു. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഭൂരിഭാഗം ആളുകളും വിവിധ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ഫലപ്രദമാവാത്ത ചികിത്സ ആയതുകൊണ്ടായിരിക്കാം അവസാന അത്താണി എന്ന നിലയ്ക്കാണ് താങ്കളുടെ സ്ഥാപനത്തിലെത്തുന്നത്. തീർച്ചയായും അങ്ങനെ എത്തുന്ന ദമ്പതിമാർക്ക് താങ്കൾ നൽകുന്ന ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? ഇവിടെ എത്തുന്ന 99% രോഗികളും അലോപ്പതിയും മറ്റു വൈദ്യശാസ്ത്രങ്ങളും എല്ലാം പരിപൂർണമായും പരാജയപ്പെട്ടവരായിരിക്കും. IVF, ICSI പോലുള്ള ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സാ രീതികൾ പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടവരും 20-22 വർഷം വരെ വന്ധ്യത അനുഭവിച്ചവരും എന്റെ ചികിത്സയിലൂടെ ഗുണം ലഭിച്ചിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകൻ എന്ന് ചോദിക്കണേ എത്ര തെളിവുകൾ തരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, പെർഫെക്റ്റ് ആയിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ട് 1000-ലധികം തെളിവുകൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്താൻ കഴിയുന്ന ഒരു വൈദ്യനാണ് ഞാനെന്ന് അഭിമാനത്തോടു കൂടിയിട്ട് എനിക്ക് പറയാൻ കഴിയും.
വൈദ്യശാസ്ത്ര മേഖല വൻതോതിൽ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാ ചികിത്സയ്ക്കും ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത്. സ്വാഭാവികമായും പൊന്നൻപൂശാരി മെമ്മോറിയൽ നാട്ടുവൈദ്യ ചികിത്സാലയത്തിലെ ചികിത്സാ ചെലവ് നമ്മുടെ പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താങ്ങാനാവുന്നതാണോ? അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? സ്ത്രീക്കും പുരുഷനും കൂടി 15-20 വർഷം പിന്നിട്ട വന്ധ്യതാ രോഗികളാണെങ്കിലും അലോപ്പതി പരിപൂർണമായി പരാജയപ്പെട്ടതാണെങ്കിലും ഞങ്ങളുടെ ചികിത്സയിൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് 3500 രൂപയിൽ താഴെയാണ് സ്ത്രീക്കും പുരുഷനും കൂടി വരുന്ന ചെലവ്. തുടർന്നുള്ള ഓരോ മാസവും സ്ത്രീക്കും പുരുഷനും കൂടി 1000 രൂപയിൽ താഴെ മാത്രമേ വന്ധ്യതയ്ക്ക് ചികിത്സയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഏത് സാധാരണക്കാരനാണ് ശരി ഈ ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത. ഈ മരുന്നുകൾക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല. പരിപൂർണമായും ഔഷധ സസ്യങ്ങളിൽ നിന്നും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങളായതുകൊണ്ട് കഴിക്കുന്ന ആളിനോ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ചികിത്സയുടെ പ്രത്യേകത. വർഷങ്ങളായി നമ്മൾ